ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും സർവേയിങ്ങിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സർവേയിങ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സർവേയിങ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് പോർഷൻസ്, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ മെഷറിങ് മെത്തേഡ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ്സിൽ തന്നെ നമുക്ക് പേസിങ് പോലെയുള്ള അത്ര എഫക്റ്റീവ് അല്ലാത്ത കുറച്ച് മെഷർമെൻറ്റ്സ് പഠിച്ചു. അതുകൂടാതെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ്? ചെയിൻ, ഓഡോമീറ്റർ, പാസോമീറ്റർ, പെഡോമീറ്റർ, സ്പീഡോമീറ്റർ എന്നിവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ മെഷർമെന്റ് ഓഫ് ലെങ്ത് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് പറയുന്ന ചെയിൻ ആണ്. അപ്പോൾ ഇതാണ് എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ഓരോരോ ഈ ഒരു ലെങ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന അത്രയും വരുന്ന ലെങ്ത്തിന് ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ ലിങ്കുകൾ ചേർന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് ചെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പല ടൈപ്സ് ചെയിൻസും ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയിൻ സർവേയിങ്ങിൽ പഠിക്കും. ഇനി അടുത്തൊരു ഇതാണ് പാസോമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ പാസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു സൈസിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻഡ് ഇത് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് എ നമ്പർ ഓഫ് പേസസ്. ഇപ്പോൾ നമ്മളിങ്ങനെ അടിവെച്ച് നടക്കുമ്പോൾ നമ്മൾ എത്ര അടിവെച്ചു അല്ലെങ്കിൽ എത്ര അങ്ങനെ ആ ഒരു ചുവട് വെച്ചു എന്നുള്ളത് അതിനനുസരിച്ചിട്ടുള്ള റീഡിംഗ് ആണ് തരുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് വെർട്ടിക്കലി ഇൻ വേസ്റ്റ് കോട്ട് പോക്കറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി സസ്പെൻഡഡ് ഫ്രം എ ബട്ടൺ. സോ ഇതിൻ്റെ മോഷൻ ആൻഡ് സ്ട്രെയിൻ ഓഫ് ദ ബോഡി വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതും ആ പാസോമീറ്റർ എന്ന് പറയുന്നത് പേസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ ഇറ്റ് ഈസ് എ സ്മോൾ ഇൻസ്ട്രുമെന്റ് വിച്ച് കൗണ്ട്സ് എ നമ്പർ ഓഫ് പേസസ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ട് നമ്മൾ നടക്കുമ്പോഴാണ് പാസോമീറ്റർ ദാറ്റ് വിൽ കൗണ്ട് അവർ സ്റ്റെപ്സ്. സോ മെത്തേഡ് ഓഫ് മെഷറിംഗ് ഡിസ്റ്റൻസ്, അടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പെഡോമീറ്റർ. എന്താണ് പെഡോമീറ്റർ? അപ്പോൾ ഇത് പാസോമീറ്റർ പോലെ തന്നെയാണ്, പക്ഷേ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മളൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ രജിസ്റ്റർ ദ ഡിസ്റ്റൻസ് വാക്ക്ഡ് ബൈ ദ പേഴ്സൺ ഹൂ ഈസ് ക്യാരിയിങ് ഇറ്റ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പാസോമീറ്റർ വെൻ പ്രസ്ഡ് റിലീസ്ഡ് ഇൻഡിക്കേറ്റർ ടു 0 ഇറ്റ്, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റഡ് അല്ലെങ്കിൽ നോബ് ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്കത് എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്യാനും നമ്മളൊരു സ്റ്റോപ്പ് വാച്ചൊക്കെ പോലെ സ്റ്റാർട്ട് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് 0യിലേക്ക് വരുത്താനും ഒക്കെ നമുക്ക് ഒരു നോബും ഒരു സ്റ്റഡൊക്കെ ഉണ്ട്. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ പെഡോമീറ്ററിനകത്ത് ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാസോമീറ്ററിൽ എത്ര പേസ് വന്നു എന്നാണ് വരിക അല്ലേ, അത് കൗണ്ട് ചെയ്ത് പറയും. ആ പേസ് ഇൻറ്റു ആവറേജ് പേസ് ലെങ്ത് ഓഫ് ദ പേഴ്സൺ, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് ഉള്ളൂ. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് ഡിസ്റ്റൻസിൽ അടുത്തത് ഓഡോമീറ്റർ ആണ്. ഓഡോമീറ്റർ അപ്പോൾ നമുക്കൊരു വെഹിക്കിളിനകത്ത് അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ വീലിൽ ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അത് ഓടി, അങ്ങനെ ആ ഒരു ഓഡോമീറ്റർ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറഞ്ഞതാണ് ഓടിന്ന്. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാവുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണിത്. സോ ഇറ്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ദ വീൽ ഓഫ് എനി വെഹിക്കിൾ. ഇറ്റ് രജിസ്റ്റർ ദ നമ്പർ ഓഫ് റെവല്യൂഷൻ ഓഫ് ദ വീൽ. ആ വീൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ ആ വീലിൻ്റെ ഒരു സർക്കംഫറൻസ് നമുക്ക് അറിയാമെങ്കിൽ ആ ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ബൈ മൾട്ടിപ്ലൈങ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ്. ഓക്കെ, ബൈ മൾട്ടിപ്ലൈങ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് വിത്ത് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ആ വീലിൻ്റെ സർക്കിൾ വെച്ചിട്ട്. സോ അടുത്തത് സ്പീഡോമീറ്റർ ആണ്. അപ്പോൾ ഓട്ടോമൊബൈൽ യൂസിന് സ്പീഡോമീറ്റർ നമുക്ക് അറിയാം, അതും ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിനൊക്കെ ഈ പേസിങ് അതുപോലെ അടുത്ത ഇതിനെയൊക്കെ വെച്ചിട്ട് റൂട്ട് സ്മൂത്ത് ആണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് റീഡിങ്സ് തരുന്നതാണ് കമ്പയർഡ് ടു പേസോമീറ്റർ. അതുപോലെ പിന്നെ പേസിങ് വെച്ചിട്ടുള്ള മെഷർമെൻറ്റിനേക്കാളും ബെറ്റർ ആയിരിക്കും. അടുത്തത് പെറാംബുലേറ്റർ എന്നാണ്. സോ ഇറ്റ് ക്യാൻ മെഷർ ദ ഡിസ്റ്റൻസ് റാപ്പിഡ്ലി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ വീൽ പ്രൊവൈഡഡ് വിത്ത് എ ഫോർക്ക് ആൻഡ് എ ഹാൻഡിൽ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ ആ പേരൊന്ന് മനസ്സിൽ വരാനായിട്ട്, രജിസ്റ്റേർഡ് ആവാനായിട്ട്. സോ ദ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഓട്ടോമാറ്റിക് രജിസ്റ്റേർഡ് ഓൺ ദ ഡയൽ. ദ റീഡിംഗ് അപ്രോക്സിമേറ്റ്സ് ഓൺ റഫ് ഗ്രൗണ്ട്. ഓക്കെ, റഫ് ഗ്രൗണ്ടിലാവുമ്പോൾ കുറച്ച് അപ്രോക്സിമേറ്റ് ചെയ്യും റീഡിങ്സ്. ദെൻ ജഡ്ജിങ് ദ ഡിസ്റ്റൻസ്. ജഡ്ജിങ് ദ ഡിസ്റ്റൻസ് പറഞ്ഞാൽ മറ്റൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ജഡ്ജ് എന്ന് വെച്ചാൽ ഏകദേശം ഇത്ര ലെങ്ത് ഉണ്ട് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതാണ്. പക്ഷെ അത് നമുക്കത്ര പെർഫെക്റ്റ് ഒരു മെത്തേഡ് അല്ല ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് റിക്കഗ്നൈസൻസ് സർവേയിൽ നമുക്കത് യൂസ് ചെയ്യാറുണ്ട്. പല ടൈപ്പ് സർവേ ഉണ്ട് നമ്മൾ പഠിച്ചല്ലോ.
ഇനി ടൈം മെഷർമെൻറ്റ്. ഇപ്പോൾ ടൈം ഇൻ്റർവൽസ് ഓഫ് ട്രാവൽ, അതായത് ഒരു പേഴ്സൺ, ആ പേഴ്സൻ്റെ ആവറേജ് ടൈം പെർ കിലോമീറ്റർ, ആവറേജ് ഒരു കിലോമീറ്ററിന് എത്ര ടൈം എടുക്കുന്നു, വോക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോഴ്സിൽ പോകുമ്പോഴോ, അല്ല അങ്ങനെ ഒരു പേഴ്സൻ്റെ ആവറേജ് ടൈം കൺസിഡർ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് ടൈം മെഷർമെൻറ്റ്. ഇനി അടുത്താണ് ചെയിനിങ്. നമ്മളാദ്യം ചെയിൻ കാണിച്ചിരുന്നു, ഇൻസ്ട്രുമെൻറ്റ്. സോ ദ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് വിത്ത് എ ചെയിൻ ഓർ റോപ്പ്, it is the most accurate and common method that is called chaining. For work of an ordinary precision, a chain is used. Very great accuracy, ചെയിനേക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് വേണമെങ്കിൽ നമ്മളൊരു സ്റ്റീൽ ടേപ്പ് യൂസ് ചെയ്യും. അപ്പോൾ രണ്ടും നമ്മൾ ചെയിനിങ് എന്നാണ് പറയുക. ദെൻ ടേപ്പിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ ലെങ്ത് ഓഫ് ദ ഗ്രാജുവേറ്റഡ് ടേപ്പ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ലെങ്ത്, ടേപ്പിൻ്റെ ലെങ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒന്നോടെ മെഷർ ചെയ്യും. ഓക്കെ. So there are two problems exist in taping. So നമുക്ക് രണ്ട് എക്സിസ്റ്റിംഗ് പോയിന്റ്സ് അതിൻ്റെ ഇടയ്ക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ഉപയോഗിക്കും. അതുപോലെ ലേയിങ് ഔട്ട് എ നോൺ ഡിസ്റ്റൻസ് വിത്ത് ഓൺലി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ പ്ലേസ്. അപ്പോൾ ആ നോൺ ഡിസ്റ്റൻസിൻ്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ടാണ്, നമുക്ക് ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ അതിനകത്തും എറേഴ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതും ഈ പറഞ്ഞ പോലെ നേരെയാണോ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്, അതായത് ആ ഒരു എത്രമാത്രം ഡയറക്റ്റ് ലെങ്ത്തിലാണ് എടുക്കുന്നത് എന്നതിനൊക്കെ വെച്ചിട്ട് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാത്തിലും അത്ര ആക്യുറേറ്റ് അല്ല, എന്നാലും നമ്മൾ ബെറ്റർ ആയിട്ട് എടുക്കുന്ന ഈ ചെയിനിങ് ആണ് അല്ലെങ്കിൽ ടേപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദെൻ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസിൽ നമുക്ക് മെയിനായിട്ടും 6 സ്റ്റെപ്പാണ് പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ. അതാണ് പറയുന്നത്. ഈ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പറയുന്നത് ലൈനിങ്. അതായത് ഇപ്പോൾ 2 പോയിന്റ്സ് പറഞ്ഞു, അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് വെച്ചിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. സോ അപ്ലൈങ് ടെൻഷൻ, റിയർ ചെയിൻ ഈസ് ആങ്കർ ആൻഡ് ഹെഡ് ചെയിൻ അപ്ലൈ റിക്വയർഡ് ടെൻഷൻ. സോ നമ്മളൊരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സോ വലിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വേണം എപ്പോഴും വരാനായിട്ടത്. ദെൻ പ്ലംബിങ്. പ്ലംബിങ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഇപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ത്, ലൈനിങ്, ദെൻ അപ്ലൈങ് ടെൻഷൻ, അടുത്തത് അപ്ലൈങ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരറ്റം നമ്മൾ ഫിക്സ് ചെയ്യണം, മറ്റേ അറ്റം വലിച്ചു പിടിക്കണം. ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റിക്വയർ ദ ടേപ്പ് ടു ബി ഹൊറിസോണ്ടൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലംബിങ് ചെയ്യണം. പ്ലംബിങ് അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കാണിക്കാം. അപ്പോൾ ടേപ്പ് എങ്ങനെയായിരിക്കണം, അത് ഹൊറിസോണ്ടലായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് പോകണം, കറക്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് കിട്ടാനായിട്ട്. ദെൻ ചെയിൻ ആകുമ്പോൾ ആ ഒരു അത്രയും പ്രശ്നം വരുന്നില്ല, കുറച്ചൊരു വെയിറ്റ് ഉള്ളതായതുകൊണ്ട്. ടേപ്പ് ആകുമ്പോൾ മറിഞ്ഞും തിരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. Then marking the tape length. So each application of the tape require marking using chaining pin to obtain the total length. ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണം, ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് പോകണം. ആൻഡ് റീഡിങ് ദ ടേപ്പ്. സോ ആ ഗ്രാജുവേറ്റഡ് ടേപ്പ്, ആ ടേപ്പ് റീഡ് ചെയ്യുന്നതും നമ്മൾ കറക്റ്റായിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ മാർക്കിംഗ് ദ ടേപ്പ് ലെങ്ത്, റീഡിങ് ദ ടേപ്പ്, റെക്കോർഡിങ് ദ ഡിസ്റ്റൻസ്, ടോട്ടൽ ലെങ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ റീഡിങ് എടുത്ത് നമ്മൾ തന്നെ നോട്ട് ചെയ്യണം. അതാണ് ഒരു കാര്യം വരുന്നത്. ഇനി പല പല ഇൻസ്ട്രുമെൻറ്റ്സ് ഈ പറഞ്ഞ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. ഒന്ന് നമ്മളിപ്പോൾ ചെയിൻ പറഞ്ഞു, ചെയിനിനകത്ത് തന്നെ എന്താണെന്ന് വെച്ചാൽ മെട്രിക് ചെയിൻ ഉണ്ട്, അതുപോലെ ഗണ്ടേഴ്സ് ചെയിൻ ഉണ്ട്. ഇതിലൊക്കെ ഈ ഡിസ്റ്റൻസും നമ്പർ ഓഫ് ലിങ്ക്സും ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് നോക്കാം. ദെൻ എൻജിനീയേഴ്സ് ചെയിൻ ഉണ്ട്, റവന്യൂ ചെയിൻ ഉണ്ട്, സ്റ്റീൽ ബാൻഡ് ഓർ ബാൻഡ് ചെയിൻ. ഇത്രയും ടൈപ്പ് ചെയിൻസ് തന്നെയുണ്ട്. മെട്രിക് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിൻ, എൻജിനീയേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ, സ്റ്റീൽ ബാൻഡ് ഓർ ബാൻഡ് ചെയിൻ. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ ഞാനൊരു നോട്ട് പോലെ തരികയോ അല്ലെങ്കിൽ ബ്ലോഗിൻ്റെ ലിങ്ക് തരികയോ ചെയ്യാം. ടേപ്പ് ആണെങ്കിൽ ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് ഉണ്ട്, ഫൈബർ ഗ്ലാസ് ടേപ്പുകളുണ്ട്, മെറ്റാലിക് ടേപ്പുകൾ, ഡിസ്റ്റൻസ് ഒക്കെ അനുസരിച്ചിട്ട് പല ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇൻവാർ ടേപ്പ് ഉണ്ട്, സ്റ്റീലുണ്ട്. ദെൻ ആരോസ്. അടുത്ത് ഇപ്പോൾ ചെയിനും ടേപ്പും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യണ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആരോ. റേഞ്ചിങ് റോഡ്, അതുപോലെ ഓഫ്സെറ്റ് റോഡ്, അതുപോലെ പെഗ്, ദെൻ പ്ലംബ് ബോബ്, ഇതൊക്കെ എന്താണ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി ടൈപ്സ് ഓഫ് ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തേത് മെട്രിക് ചെയിൻ. അപ്പോൾ മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയറാണ്. 4 mm ഡയമീറ്റർ, 4 mm ഡയമീറ്റർ ഉള്ള ഒരു മൈൽഡ് സ്റ്റീൽ വയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ലിങ്ക്. ഓക്കെ. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 20 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റർ ലെങ്ത്തിലാണ്. ആൻഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 100 ലിങ്ക്സ്. അപ്പോൾ 20 മീറ്റർ, 30 മീറ്റർ, 50 മീറ്റർ ലെങ്ത്തിൽ ഇത് അവൈലബിൾ ആണ്, മെട്രിക് ചെയിൻ. ദെൻ ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഫീറ്റിലാണ് പറയുന്നത്.
66 ഫീറ്റ് ലോങ് ചെയിൻ ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 100 ലിങ്ക്സ്. ഇവിടെ 100 ലിങ്ക്സ് തന്നെയാണ്. അപ്പോൾ ഈ 66 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം എത്രയായിരിക്കും? 0.66 ഫീറ്റ് ആയിരിക്കും. അതിനാണ് ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുന്നത്. സോ ദിസ് ചെയിൻ ഈസ് സൂട്ടബിൾ ഫോർ ടേക്കിംഗ് ലെങ്ത് ഇൻ മൈൽസ്. അടുത്തത് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ 100 ഫീറ്റ് ലോങ് ആണ്. അപ്പോൾ ഈ 100 ഫീറ്റ് ആക്കുമ്പോൾ എന്താണ്? 100 ലിങ്ക് ആകുമ്പോൾ ഓരോന്നിനും ഓരോ ഫീറ്റ് എന്നുള്ള ഒരു എക്സാക്ട് നമുക്ക് വാല്യൂ കിട്ടും. അതുകൊണ്ടാണ്. അപ്പം ആ ഒരു വാല്യൂസ് മാത്രം ഒന്ന് നോക്കി വെക്കുക. ഈ 66 ഫീറ്റ് ഫോർ ഗണ്ടേഴ്സ് ചെയിൻ, 100 ഫീറ്റ് ഫോർ എഞ്ചിനീയേഴ്സ് ചെയിൻ എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് റവന്യൂ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് നോക്കിക്കോളൂ. ഗണ്ടേഴ്സ് ചെയിൻ suitable for taking length in miles and engineers chain used to measure length in feet and area in square yard. ഇനി റവന്യൂ ചെയിൻ ആണെങ്കിൽ 33 ഫീറ്റ് ലോങ് ആണ്. അതിൽ 16 ലിങ്ക് ആണുള്ളത് റവന്യൂ ചെയിനിൽ. ആൻഡ് ദിസ് ചെയിൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻ ഫീറ്റ് ആൻഡ് ഇഞ്ചസ് ഫോർ സ്മോളർ ഏരിയയിൽ ഇഞ്ചസിലും കൺസിഡർ ചെയ്യും. അപ്പം ജസ്റ്റ് ഇവിടെ 20 മീറ്റർ ചെയിൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അതെ, ഇവിടെ ഓരോരോ മീറ്റേഴ്സിൽ ഇവിടെ ഡിസ്റ്റൻസിൽ കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 5 മീറ്റർ ലെങ്ത്തിൽ ഇവിടെ എന്തുണ്ട്? ഇത് 5 മീറ്റർ. ആ 5 മീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് വരും. അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തം 20 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 15 മീറ്ററിൽ എന്തുണ്ടാവും? ഇങ്ങനെയൊരു ഇങ്ങനെയൊരു മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഈ ടാലി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എവറി മീറ്റർ ലെങ്ത്തിൽ ഇവിടെ ഒരു ബ്രാസ് റിങ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ രണ്ടറ്റത്തായിട്ട് നമുക്കറിയാം ഈ ഒരു ഹാൻഡിൽസ് ഉണ്ട്. ദെൻ സ്റ്റീൽ ബാൻഡ് ചെയിൻ. സ്റ്റീൽ ബാൻഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ചെയിനാണ് സ്റ്റീൽ ബാൻഡ് ചെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഗെറ്റ് ബ്രോക്കൺ ഈസിലി ആൻഡ് ആർ ഡിഫിക്കൽട്ട് ടു റിപ്പയർ ഇൻ ദ ഫീൽഡ്. 20-30 മീറ്ററിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ 12 to 16 mm വൈഡ് ആണ്. 0.3 to 0.6 mm തിക്കാണ് സ്റ്റീൽ ബാൻഡ് ചെയിൻ. അടുത്ത ടൈപ്സ് ഓഫ് ടേപ്പ് ആണ്. ക്ലോത്ത് ടേപ്പ് ഉണ്ട്, ലിനൻ ടേപ്പ് ഉണ്ട്. അപ്പം മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ലിനൻ കൊണ്ട് ചെയ്തിട്ട് എന്താണ് വാർണിഷ് ചെയ്യും ഫോർ റെസിസ്റ്റിംഗ് ദ മോയ്സ്ചർ. ക്ലോത്ത് ടൈപ്പ് ആണെങ്കിൽ സോ ദേ ആർ ജനറലി 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ ലോങ് ആൻഡ് 12 to 15 mm വൈഡ്. ദെൻ അതിൻ്റെയൊക്കെ വാല്യൂസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഫൈബർ ടേപ്പ് എന്ന് പറഞ്ഞാൽ ലിനനും പ്ലാസ്റ്റിക്കും കോട്ടൺ ടൈപ്പിനെയൊക്കെ അതുപോലെ തന്നെയാണ്. ബട്ട് ഫൈബർ ടേപ്പ് ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഫൈബർ ആൻഡ് they don't stretch and shrink due to temperature. അതാണ് ഒരു അഡ്വാൻറ്റേജ്. They will not stretch or shrink due to temperature. It is available in 20 meter, 30 meter and 50 meter length. Then metallic tape. Metallic tape എന്ന് പറഞ്ഞാൽ ഒരു ലിനൻ ടേപ്പ്, ആ ലിനൻ ടേപ്പിൽ തന്നെ എന്ത് വെച്ച് റീഇൻഫോഴ്സ് ചെയ്തേക്കുവാണ്? വിത്ത് ബ്രാസ് ഓർ കോപ്പർ വയേഴ്സ് ടു പ്രിവെൻറ്റ് സ്ട്രെച്ചിങ് ഓർ ട്വിസ്റ്റിംഗ് ഓഫ് ഫൈബേഴ്സ്. അതാണ് മെറ്റാലിക് ടേപ്പ് എന്ന് ആക്ച്വലി പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് commonly used for taking offset in chain surveying. ചെയിൻ സർവേയിങ്ങിൽ ഓഫ്സെറ്റ് എടുക്കാനായിട്ട് നമ്മൾ എന്തെടുക്കും? മെറ്റാലിക് ടേപ്പാണ് യൂസ് ചെയ്യുക. ദെൻ സ്റ്റീൽ ടേപ്പ് ആണെങ്കിൽ it is made up of with a steel material and commonly available in 20 meter, 30 meter or 50 meter. Steel tape എന്ന് പറയുമ്പോൾ സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. ആൻഡ് ഗ്രാജുവേറ്റഡ് ഇൻ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. അടുത്തത് ഇൻവാർ ടൈപ്പ്. ഇൻവാർ എന്ന് പറയുമ്പോൾ ഇൻവാർ കൊണ്ട് മേക്ക് ചെയ്തതാണ്. ഇൻവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നിക്കൽ. ഓക്കെ, ഇതിനകത്ത് നിക്കൽ 36%, അതുപോലെ സ്റ്റീല് 64%. അതാണ് ഇൻവാർ എന്ന് പറയുന്നത്. അതിന് തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ്. ടെമ്പറേച്ചറിനെ എഫക്ട് ചെയ്ത് അത് സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ മെഷർമെൻറ്റ് തെറ്റിപ്പോവില്ല അല്ലെങ്കിൽ വേരി ചെയ്യില്ല. സോ ദീസ് ആർ 6 mm വൈഡ് ആൻഡ് ജനറലി അവൈലബിൾ ഇൻ 30 മീറ്റേഴ്സ്, 50 മീറ്റർ ആൻഡ് 100 മീറ്റർ. ദെൻ അടുത്തൊരു എക്യുപ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചു ആരോസ്. ആരോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടെമ്പേർഡ് സ്റ്റീൽ വയർ. ആരോസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടെമ്പേർഡ് സ്റ്റീൽ വയർ ഓഫ് ഡയമീറ്റർ 4 mm. അപ്പോൾ ഒരു എൻഡ്, ഒരു ആരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് എന്ത് ചെയ്യും? ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കി ഇങ്ങനെ വരും. അതർ എൻഡ് എന്താണ്? ഇവിടെ ഒരു പോയിന്റ് പോലെ പോയിന്റഡ് ആയിരിക്കും, കൂർത്തിരിക്കും.
So arrows are made up of tapered steel wire of dia 4 mm and one end of the arrow is bent into a ring of diameter 50 mm. ഈ ഒരു സർക്കിളിൻ്റെ 50 mm ആയിരിക്കും ഡയമീറ്റർ ആൻഡ് ഇറ്റ്സ് ഓവറോൾ ലെങ്ത് ഈസ് 400 mm. Arrows are used for counting the number of chains while measuring the chain length. അപ്പോൾ ആരോസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ചെയിൻ വൈൽ മെഷറിംഗ് ദ ചെയിൻ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് ആൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെയിനിങ്ങിൻ്റെ പ്രോസസ്സ് കാണിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ചെയിൻസ് ലേ ചെയ്തിട്ട് എത്ര ചെയിൻ ലിങ്ക്സ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ആരോസ് വെച്ചിട്ടാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. നോക്കാം. റേഞ്ചിങ് റോഡ്സ് ഒരു ഓഫ്സെറ്റ് റോഡ്. റേഞ്ചിങ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു സർവേ ലൈനിൻ്റെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അത് റേഞ്ച് ചെയ്യണം, അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ രണ്ട് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സിനിടയ്ക്ക് ആ രണ്ട് അറ്റത്തും വെക്കുന്ന ആ റോഡ്സ് അടിക്കുന്ന ആ റോഡ്സ് ആണ് എന്ത്? റേഞ്ചിങ് റോഡ്സ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുന്നത്. സോ ഇതിന് 2 to 3 meter in length ഉണ്ടായിരിക്കും. ദാറ്റ് വിൽ ബി പെയിൻറ്റഡ് വിത്ത് ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ എന്താണ് റെഡ് കളേഴ്സ് വിത്ത് ലെങ്ത് ഓഫ് ഈച്ച് ഈക്വലൈസിങ് 20 centimeter. ഓക്കെ, ഈച്ച് എന്ന് ഉദ്ദേശിക്കുന്ന 20 centimeter ലെങ്ത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് ആ കളറിലായിരിക്കും ഉണ്ടാവുക. Then offset road is similar to ranging road, which the except the offset road അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം എന്ന് പറയാം. പക്ഷേ എന്താ വ്യത്യാസം വരുന്നത് ഓഫ്സെറ്റിന് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ദ ഹുക്ക്, ഇപ്പോൾ ഈ ഒരു റേഞ്ചിങ് റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഹുക്ക് പോലെയായിരിക്കും, പക്ഷേ ഓഫ്സെറ്റ് റോഡിൻ്റെ ആണെങ്കിൽ ഒരു ഫ്ലാഗ് ആയിരിക്കും മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത്. രണ്ടും ഒരേ കാര്യത്തിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പെഗ്. പെഗ് എന്ന് പറഞ്ഞാൽ കുറ്റിയടിക്കുക നമ്മൾ പറയില്ല, അതാണ് ടിമ്പർ കൊണ്ടോ തടി കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഉള്ള പെഗ്സ് ആണ്. ദേ ആർ യൂസ് ടു മാർക്ക് ദ പൊസിഷൻ ഓഫ് ദ സ്റ്റേഷന് ഏറ്റവും അങ്ങേറ്റത്തുള്ളതും ഇങ്ങേറ്റത്തുള്ളതും, അതായത് ടെർമിനൽ പോയിന്റ്സ് ഓഫ് ദ സർവേ ലൈൻ, അതിന് വേണ്ടിയിട്ടാണ് പെഗ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സർവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ടെർമിനൽ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്റ്റേഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടെ കുറ്റിയടിച്ചിട്ടാണ് ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ വുഡൻ പെഗ്സ് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് ഉണ്ടായിരിക്കും, ഒരു വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്യുക. പ്രധാനമായിട്ട് സിവിൽ പോർഷനിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാൻ പറ്റുക. സോ 15 centimeter ലോങ് ഉണ്ടായിരിക്കും ആൻഡ് ദറ്റ് വിൽ ബി ഡ്രിവൺ ഇൻ ടു ദ ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹാമർ. അടുത്തത് പ്ലംബ് ബോബ്. പ്ലംബ് ബോബ് എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ദ പോയിന്റ്സ് ഓൺ ദ ഗ്രൗണ്ടിൽ ഉള്ള പോയിന്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഫിക്സിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് എക്സാക്ട്ലി ഓവർ ദ സ്റ്റേഷൻ പോയിന്റ് മാർക്ക്ഡ് ഓൺ ദ ഗ്രൗണ്ട് ബൈ ചെക്കിംഗ് ദ സെൻറ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വെദർ കോയിൻസൈഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് ദ പെഗ്. അപ്പോൾ പ്ലംബ് ബോബ് മെയിനായിട്ടും നമ്മൾ ഒരു പോയിന്റിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചു, അത് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എക്സാക്ട്ലി അത് സെൻറ്റർ ഓഫ് പോയിന്റിലാണോ അല്ലെങ്കിൽ അതിൻ്റെ ആ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലംബ് ബോബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഇതാണ് പറഞ്ഞത് ഓഫ്സെറ്റും, അതുപോലെ ഇതാണ് ഓഫ്സെറ്റ് റോഡ് വന്നത്, ഇത് അതുപോലെ റേഞ്ചിങ് റോഡിൻ്റെ തന്നെ അതേ ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ ഒരു കളർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹിയർ ഈസ് ദിസ് വൺ ആരോ ആണ് ആ ഒരു സൈഡ് ഇങ്ങനെ സർക്കുലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എന്താണ് പെഗ്. ഓക്കെ, സോ ഒരു ഇവിടെ ആരോ പറഞ്ഞിട്ടുണ്ട്, 50 mm പറഞ്ഞിരുന്ന പിക്ചർ ഞാൻ ഇവിടെയാണ് ഇട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ തന്നെ ഫിക്സ് ചെയ്യണം. ഇത് ഈ ഒരു കുറ്റി അടിക്കുക അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. കറക്റ്റായിട്ട് നമ്മൾ ഏത് പോയിന്റ് ആണോ ഫിക്സ് ചെയ്യുന്നത് അവിടെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ നമ്മളത് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ചെയിൻ സർവേയിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആംഗുലാർ മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, ലീനിയർ മെഷർമെൻറ്റ് മാത്രമാണ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഫോർ സ്മോൾ ഏരിയ ആൻഡ് സ്മോൾ വർക്ക് and that will locate the boundary of the plot or land and for locating the existing features അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയിൻ സർവേ യൂസ് ചെയ്യുന്നത്. ആൻഡ് area is divided into a network of triangle and the sides of triangle are measured directly with the chain or tape. അപ്പോൾ ആ ഒരു ട്രയാങ്കിൾ മെത്തേഡാണ് ചെയിൻ സർവേയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതിൽ മൊത്തം ഏരിയനെ നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ട്രയാങ്കിളിൻ്റെയും എന്ത് കണ്ടുപിടിക്കും, ഏരിയ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യും. സോ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാറുണ്ട്. സോ ട്രയാങ്കുലേഷൻ. സോ ദ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ് ഈസ് എന്താണ്, ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് വെച്ചാൽ ടു ഡിവൈഡ് ദ ഏരിയ ഇൻ ടു നെറ്റ്വർക്ക് ഓഫ് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് എങ്ങനെയായിരിക്കും, അതുപോലെ 30ക്കും 20ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, അങ്ങനെ സ്യൂട്ടബിൾ സൈറ്റ്സ്. ഇപ്പം നോക്കൂ, നമുക്ക് ഒരു ലാൻഡ്, ഒരു പർട്ടിക്കുലർ സൈറ്റ് നമുക്ക് സർവേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യും. അപ്പോൾ ആ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് ഇവിടെ മെയിൻ സ്റ്റേഷൻ, ഓക്കെ, ഇതിന് എ എന്ന് പേര് കൊടുക്കാം. സോ ദിസ് വൺ ഈസ് എ, ഇതിൻ്റെ മാർക്ക് ചെയ്ത് പോയതാണ്. ഇവിടെ ബി, ആൻഡ് ദിസ് ഈസ് സി, ആൻഡ് ദിസ് ഈസ് ഡി. അപ്പോൾ ആ മെയിൻ സ്റ്റേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് എന്തു വരുന്നത്, ദാറ്റ് ഈസ് കോൾഡ് മെയിൻ സർവേ ലൈൻ. ഓക്കെ, മെയിൻ സർവേ ലൈൻ. ഇനി ഇവിടെ ഓരോരോ ബേസ് ലൈൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രയാങ്കിളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. നോക്കൂ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആൻഡ് ഹിയർ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലായിടത്തും ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ 4 സൈഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ അങ്ങനെ വിട്ട് വേറൊരു സൈഡിലും വരും. നമുക്ക് എല്ലാത്തിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്ത് ഫുൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഓരോ ലൊക്കാലിറ്റിയിലും എന്തൊക്കെയുണ്ട്, ഇവിടെ കണ്ടോ, പോണ്ട് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ടെമ്പിൾ, അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മളത് ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇഫ് അതിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഓൾറെഡി ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. സോ നമ്മൾ അത് മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഓഫ് സെറ്റ് എന്ന് ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു, ഓഫ് സെറ്റ് മെഷർമെൻറ്റ്, റേഞ്ചിങ് റോഡ്, ഓഫ് സെറ്റ് റോഡൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പർട്ടിക്കുലർ ഒരു ഏരിയ നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്ക് നോക്കൂ. ഇവിടെ നിന്നുള്ള ആ ഒരു ഷോർട്ടർ ഡിസ്റ്റൻസ് ടു ഹിയർ ആൻഡ് ഷോർട്ടർ ഡിസ്റ്റൻസ് ടു ഹിയർ, അതുപോലെയാണ് ഓഫ് സെറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബേസ് ലൈൻ, ചെക്ക് ലൈൻ, ടൈ ലൈൻ, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ സർവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ that means the points at the beginning and at the end of the main survey line അല്ലെങ്കിൽ ചെയിൻ ലൈൻ, അതാണ് സർവേ സ്റ്റേഷൻ. ഈ സർവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ സ്റ്റേഷൻ ഉണ്ട്, സബ്സിഡിയറി സ്റ്റേഷൻ ഉണ്ട്. മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ടേക്കൺ അലോങ് ദ ബൗണ്ടറി ഓഫ് ആൻ ഏരിയ ആസ് ദ കൺട്രോൾ പോയിന്റ്. നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ആ ഒരു പിക്ചർ ഓർത്തു നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇതാണ് കണ്ടോ, ഈ ഒരു ലൈൻസ് ആണ് എന്ത് വരുന്നത്, മെയിൻ സ്റ്റേഷൻ്റെ കണക്ട് ചെയ്യുന്ന സർവേ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലൈൻ ജോയിൻ ദ മെയിൻ സ്റ്റേഷൻ, മെയിൻ സർവേ ലൈൻ ഷുഡ് cover whole survey area and that will be denoted by this triangle and with the letter A, B, C, D, etc. അതാണ് നമ്മൾ ഒരു വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്തതാണ് സബ്സിഡിയറി സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വെച്ച് കൺസിഡർ ചെയ്തേക്കുന്ന എല്ലാം മെയിൻ സ്റ്റേഷൻ ആണ്. ഈ സർക്കുലർ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്ന എല്ലാം എന്താണ്, സബ്സിഡിയറി ആണ്. ഓക്കെ, ആ സബ്സിഡിയറിക്കാണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ S1, S2, T1, T2 എന്ന് പറയുന്നത്. ഓക്കെ, then subsidiary എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഓൺ ദ മെയിൻ സർവേ ലൈൻ ഓർ എനി അതർ സർവേ ലൈൻ, അതാണ് സബ്സിഡിയറി സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലൈൻ ജോയിൻ ദ സബ്സിഡിയറി സ്റ്റേഷൻ എന്ന് പറയുന്നത് സബ്സിഡിയറി സർവേ ലൈൻ എന്ന് പറയും. ആ ലൈനിന് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു വലിയ ഏരിയനെ നമുക്ക് പല പല ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സ്റ്റേഷൻ കൺസിഡർ ചെയ്യും, സബ്സിഡിയറി സ്റ്റേഷൻ. ആൻഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ട്രയാങ്കിൾ, locating the internal detail and that will be denoted by എന്താണ്, ഈ സർക്കിൾ വിത്ത് ലെറ്റർ S1, S2, S3, അങ്ങനെയാണ് സബ്സിഡിയറി സ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേഷൻ ആണ് ടൈ സ്റ്റേഷൻ, അതാണ് T1, T2 എന്ന് കണ്ടത്. സോ that will be also taken on main survey line and that will be in the line joining the station tie line. ആദ്യം കാണിച്ച ടൈ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണെങ്കിലാണ് T1, T2 അതായത് ടൈ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഓൾസോ ലൊക്കേറ്റ് ദ ഇന്റർണൽ ഡീറ്റെയിൽ ഡിനോട്ടഡ് ബൈ അഗെയിൻ സർക്കിൾ, പക്ഷേ ലെറ്റർ എന്തായിരിക്കും, T1, T2, T3. ഇനി മെയിൻ സർവേ ലൈൻ, the line joining the main station that is called the main survey line അല്ലെങ്കിൽ ചെയിൻ ലൈൻ എന്ന് പറഞ്ഞാൽ അതാണ് എ ബി, ബി സി, സി ഡി, ഡി എ, അതൊക്കെ ആ ഒരു ഹോൾ ഏരിയയുടെ സർക്കംഫറൻസിൽ വരുന്ന ആ ഒരു പെരിമീറ്ററിൽ വരുന്ന ഇതാണ് എന്ത്, മെയിൻ സർവേ ലൈൻ. അടുത്തത് ബേസ് ലൈൻ.
ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ഫ്രെയിംവർക്ക്. ഇറ്റ് ക്രിയേറ്റ്സ് ഫ്രെയിംവർക്ക് ഫോർ ദ സർവേ, ഫ്രെയിംവർക്ക് ഓഫ് ദ സർവേ which is built, and baseline is very important and longest of main survey line considered as the baseline. So ഇവിടെ baseline നിങ്ങൾ വരച്ചിട്ടുണ്ട്. Okay, so baseline and this is the check line and this is the tie line. Okay, so baseline എന്താണെന്ന് നോക്കൂ. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ മെയിൻ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും ലെങ്തി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഡയഗണൽ ആണല്ലോ. സോ ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, ബേസ് ലൈൻ. അതിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് ലോങ്ങസ്റ്റ് ഓഫ് ദ മെയിൻ സർവേ ലൈൻ. സോ ടേക്കൺ ത്രൂ ദ ലെവൽ ഗ്രൗണ്ട് ആൻഡ് മെഷർ ആക്യുറേറ്റ്ലി. ഓക്കെ, ലെവൽ ഗ്രൗണ്ടിലാണ് എടുക്കുക. ദെൻ ചെക്ക് ലൈൻ. Line joining the apex point of the triangle to some fixed point on its base. Check line ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാം. ചെക്ക് ലൈൻ. സോ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഈ ബേസ് ലൈനിലേക്കാണ് വരച്ചിരിക്കുന്നത്. ഈ ലൈൻ എവിടെ നിന്നാണ്, ഈ ഒരു വെർട്ടെക്സ് പോയിന്റിൽ നിന്നാണ്, ഒരു കോർണറിൽ നിന്നാണ് അല്ലേ. അപ്പം അങ്ങനെ വരയ്ക്കുന്നതാണ് എന്ത് വരുന്നത്, ചെക്ക് ലൈൻ എന്ന് പറയുന്നത്. And that will also check accuracy of the triangle, locate the internal details, CS1, AS2 അങ്ങനെയൊക്കെയാണത് ഇത് ചെയ്യുക. CS1 എന്ന് പറയുമ്പോൾ സി എന്ന് പറഞ്ഞ കോർണർ, S1 എന്ന് പറയുന്ന ലൈനിലേക്ക് വരുന്നത്. ഓക്കെ, അതിന് ടൈ ലൈൻ എന്ന് പറയുമ്പോൾ ലൈൻ ജോയിനിങ് ദ ടൈ സ്റ്റേഷൻ ആൻഡ് ദാറ്റ് വിൽ അവോയ്ഡ് ദ ലോങ് ഓഫ്സെറ്റ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അല്ലെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈ സ്റ്റേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. സോ അങ്ങനെ വേണ്ടിയിട്ടാണ്. ആൻഡ് ലൊക്കേറ്റ് ദ ഇന്റേണൽ ഡീറ്റെയിൽ T1 T2 ആണ്. T1 to T2 കണക്ട് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ. ദെൻ നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഓരോരോ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പോയിന്റ് ഫോർ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, സ്റ്റേഷൻ. ഈ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെയും അത് എന്താണ്, ഇന്റർവിസിബിൾ ആയിരിക്കണം. അത് നമുക്ക് സ്റ്റേഷൻ കറക്റ്റായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് ഷുഡ് ബി വിസിബിൾ ആൻഡ് ഷുഡ് ബി മിനിമം, ഷുഡ് ഫോം വെൽ കണ്ടീഷണൽ ട്രയാങ്കിൾ. അങ്ങനെ ഫോം ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി സോ ലൊക്കേറ്റഡ് ടു ഫോം ദ ബേസ്, ചെക്ക് ആൻഡ് ടൈ ലൈൻ ആൻഡ് സെലക്റ്റഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ദ സർവേ ഏരിയ. വിത്തിൻ ആയിരിക്കണം എപ്പോഴും. ടേക്കൺ ത്രൂ ദ ലെവൽ ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സർവേ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്, ഈ പോയിന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ. ഇനി അടുത്തത് ഓപ്പറേഷൻ ഇൻ ചെയിൻ സർവേയിങ്. അപ്പോൾ ചെയിൻ സർവേയിങ്ങിൽ നമുക്കറിയാം ചെയിനിങ് ഉണ്ട്, ദെൻ റേഞ്ചിങ് എന്ന് പറയുമ്പോൾ മെഷർമെൻ്റ് ആയി, ചെയിനിങ് എന്ന് പറയുമ്പോൾ ചെയിൻ ഇടുന്ന പ്രോസസ്സ്, ദെൻ ഓഫ് സെറ്റിംഗ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ തന്നെ ടൈപ്സ് ഓഫ് ചെയിൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണിത്. ഇൻവാർ ടൈപ്പ് അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ദെൻ ചെയിനിങ് പിൻസ്, ഹാൻഡ് ലെവൽ, ഇതിൻ്റെയൊക്കെ ഞാൻ നോട്ട്സ് ഒന്നുകൂടെ തരാം. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ട്സ് ആയിട്ട് തന്നെ ബ്ലോഗിൽ തരുന്നതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയിൻ സർവേയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, പക്ഷേ നമ്മൾ ഏകദേശം കാര്യങ്ങളോട് മനസ്സിലാക്കി. വേറൊന്നുമല്ല, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതും എന്താണ് ബേസ് ലൈൻ, ചെക്ക് ലൈൻ, ടൈ ലൈൻ, ആ പേരുകളൊക്കെ ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കി എഴുതി വെക്കുക. സോ ദീസ് ആർ ദ ത്രീ പ്രോസസ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചെയിൻ ഇടുന്നത്, റേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന, ഓഫ് സെറ്റിംഗ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.